മധുങ്ങളെ നമ്മളിപ്പോ പറയുന്നില്ലേ ഭയങ്കര ഡാൻസ് കളിക്കുന്നു, പാട്ട് പാടുന്നു, അങ്ങനെ ഭയങ്കര മൾട്ടി ടാലന്റഡ് ആണ്, അങ്ങനെ നമ്മൾ പറയുന്നില്ലേ. പക്ഷെ അതുപോലെ മറ്റൊരാളെയും കൂടെ നമുക്ക് അങ്ങനെ ഒളിഞ്ഞു കിടന്ന ഒരു മുത്തിനെ നമ്മൾ വീണ്ടും കണ്ടെത്തിയിരിക്കുന്നു. അപ്പൊ ഇത് കാണാനായിട്ടുണ്ടല്ലോ നമ്മൾ ആദ്യം അൽഫോൺസ് ചേട്ടനെ വേദിയിലേക്ക് വിളിക്കും. അതിനുശേഷം നമ്മൾ ഇത് എന്താന്ന് തുറന്നു പറയും. ഓക്കെ, വെൽക്കം അൽഫോൺസ് ചേട്ടൻ. ഒരു കുതിരപ്പവൻ. ഒരു ചെറിയ ഭയം ഉണ്ടെങ്കിൽ നമ്മളെ കൂട്ടിനായിട്ട് മധുവങ്ങളെ വിളിക്കാം. വേണോ? വേണ്ട നല്ല കുട്ടിയല്ലേ, നമുക്ക് ഒരുമിച്ച് അനുഭവിക്കാം. അത് ഇറങ്ങി പോവാന്ന് തോന്നുന്നു. ചേട്ടാ നിങ്ങളായ നിങ്ങളുടെ പാടായി. അപ്പൊ നമ്മുടെ ആചാരങ്ങൾ തുടങ്ങാൻ പോവാണ്. തോളത്ത് കൈയിടുന്നതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇപ്പൊ കൊള്ളാം, കുറച്ച് കഴിയുമ്പോൾ അടി വയ്ക്കരുത്. പ്രശ്നമൊന്നുമില്ല. മധു ഇപ്പം ഇൻഡസ്ട്രിയിലെ ഒരു പ്രധാന ഡാൻസറായിട്ട് മാറി. പാട്ടിനെക്കാട്ടി ഡാൻസ് കാണാനാണ് ആൾക്കാർക്ക് ഇഷ്ടം. കാരണം ഇപ്പം ഫ്ലവേഴ്സ് ചാനലിൽ ഇപ്പം മറ്റ് ഷോസിനൊക്കെ ഇരിക്കുന്നുണ്ട്. അതിനകത്തൊക്കെ ഉള്ള ഡാൻസ് വൈറലായി. കാരണം എല്ലാരും പറയുന്നത് ഇന്ന് ഇദ്ദേഹം തന്നെ ഒരു വലിയൊരു ഡാൻസർ ഇവിടെ ഇരുന്ന് പറയുകയാണ്. കാരണം അങ്ങനെ ഒരു സ്റ്റെപ്പ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എനിക്കൊന്ന് പഠിപ്പിച്ചു തരുന്നു. അപ്പൊ അത്രത്തോളം പ്രഗത്ഭനായിട്ടുള്ള ഒരു ഡാൻസർ ഇവിടെ നിൽക്കുമ്പോൾ ഒളിഞ്ഞു കിടക്കുന്ന കേട്ടോ. അപ്പോ മനസ്സിൽ കുറെ നാളായിട്ട് ഡാൻസ് ചെയ്യണം എന്നുള്ള ആഗ്രഹം ഒളിഞ്ഞ് കിടന്ന് അതിങ്ങനെ വിമിഷ്ടപ്പെട്ട് പൊട്ടിത്തെറിക്കാറായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അൽഫോൺസ്. അറിഞ്ഞില്ല, ഞങ്ങളോട് പറയണ്ടെന്നാ. അപ്പൊ നമുക്ക് അൽഫോൺസിന്റെ നല്ലൊരു പ്രകടനം ഡാൻസ്. കൈയടിക്കണോ? 1 2 3